കഥ തുടങ്ങുന്നത് നമ്മുടെ നായകനായിട്ടുള്ള കേദാർനാഥിനെ കാണിച്ചുകൊണ്ടാണ്. അയാളൊരു പാനിപ്പൂരി കട നടത്തുകയാണ്. അയാൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ കടയാണത്. അയാളുടെ കടയിൽ നിന്നും പാനിപ്പൂരി കഴിക്കുന്ന ഗർഭിണികൾക്ക് ആൺകുഞ്ഞ് ജനിക്കുമെന്നാണ് അവിടെ വിശ്വാസം. അത് കാരണം തന്നെ എന്നും രാവിലെ അയാളുടെ കടയ്ക്ക് മുന്നിൽ ഗർഭിണികളുടെ ഒരു നീണ്ട ക്യൂ ആണ്. അങ്ങനെ ഇരിക്കെ അയാൾക്കൊരു കോള് വരുന്നു. അയാളുടെ മൂത്ത സഹോദരിയെ പെണ്ണ് കാണാൻ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ ധൃതി പിടിച്ച് ഡ്രസ്സൊക്കെ മാറി സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തി അവർ കല്യാണത്തിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ത്രീധനമായിട്ട് വലിയൊരു തുക ആവശ്യപ്പെടുന്നു. ഇത്രയും പൈസ അവന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു കല്യാണം അവിടെ മുടങ്ങിപ്പോകുന്നു. പിന്നീട് പാസ്റ്റ് ആണ് കാണിക്കുന്നത്. കേദാർനാഥും അവന്റെ 4 സഹോദരിമാരും ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ അവന്റെ അമ്മ മരിച്ചു പോകുന്നുണ്ട്. പക്ഷെ മരിക്കുന്നതിന് മുന്നേ നിന്റെ 4 സഹോദരിമാരെയും കല്യാണം കഴിപ്പിച്ചതിന് ശേഷം മാത്രമേ നീ കല്യാണം കഴിക്കാവൂ എന്ന് അവനെ കൊണ്ട് അവർ സത്യവും ചെയ്യിക്കുന്നുണ്ട്. അത് കാരണം തന്നെ തന്റെ സഹോദരിമാരെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നതാണ് അവന്റെ ജീവിത ലക്ഷ്യം. പിന്നീട് നമ്മൾ പ്രസന്റിലേക്ക് വരുവാണ്. അവന്റെ അനിയത്തിയുടെ കല്യാണം മുടങ്ങിയതറിഞ്ഞ് അവൻ സ്നേഹിക്കുന്ന പെണ്ണും അവളുടെ അച്ഛനും വന്ന് അവിടെ പ്രശ്നമുണ്ടാക്കുന്നു. നിന്റെ സഹോദരിമാരെല്ലാം കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് നീ എപ്പോഴാണ് എൻ്റെ മോളെ കല്യാണം കഴിക്കുന്നതെന്ന് ചോദിച്ച് അയാൾ അവനോട് വഴക്കിടുകയാണ്. അവൻ എന്തൊക്കെയോ പറഞ്ഞ് അയാളെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നുണ്ട്. പിറ്റേ ദിവസം അവൻ കടയിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്ന് അയാളുടെ മോളുടെ കല്യാണം വിളിക്കുന്നു. അയാളുടെ മോളെ കാണാൻ നല്ല വണ്ണമുണ്ട്. എന്നിട്ടും അത്രയും സ്ത്രീധനം കൊടുക്കാതെ തന്നെ അവളുടെ കല്യാണം നടന്നത് കേദാർനാഥിന് ഭയങ്കര അത്ഭുതം തോന്നി. അത് കാരണം തന്നെ അത് ഉറപ്പിച്ച ആ ഒരു സ്ത്രീയെ കണ്ടിട്ട് എന്റെ അനിയത്തിമാരുടെയും കല്യാണം ഒന്ന് സെറ്റാക്കി തരുമോ എന്ന് അവൻ ചോദിക്കുന്നു. എന്നാ നീ നിന്റെ അനിയത്തിമാരെയും കൂട്ടി ഞാൻ നാളെ നടത്താൻ പോകുന്ന ഒരു കല്യാണത്തിന് വാ. മാത്രമല്ല അവിടെ നീ പാനിപൂരി കാറ്ററിംഗും ചെയ്യണം എന്ന് അവനോട് അവർ പറയുന്നു. അങ്ങനെ അവന്റെ അനിയത്തിമാരെയും കൂട്ടി അവൻ ആ ഒരു കല്യാണത്തിന് പോകുന്നു. കല്യാണ പരിപാടികളെല്ലാം വളരെ നന്നായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചെക്കന്റെ വീട്ടുകാര് സ്ത്രീധനമായിട്ട് കാറ് കിട്ടാത്തതിന്റെ പേരിൽ അവിടെ പ്രശ്നമുണ്ടാക്കുന്നു. കേദാർനാഥിന് ചില കാർ ഡീലേഴ്സിനെ എല്ലാം പരിചയമുള്ളത് കൊണ്ട് തന്നെ അവൻ ആ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് അത് സോൾവ് ചെയ്യുന്നു. അവൻ ആ ഒരു അപമാനത്തിൽ തന്നെ രക്ഷിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ബ്രോക്കർ അവന്റെ അനിയത്തിമാരുടെ കല്യാണക്കാരും സംസാരിക്കാൻ വേണ്ടി അവനെ വിളിക്കുന്നു. എന്നിട്ട് അവന്റെ മൂത്ത അനിയത്തിയുടെ കല്യാണവും അവർ ഉറപ്പിക്കുന്നുണ്ട്. പിന്നീട് അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടി പൈസ സ്വരുക്കൂട്ടാനായി അവൻ രാത്രിയിലും കല്യാണ പരിപാടികളിലെല്ലാം തന്നെ പാനിപ്പൂരി വിൽക്കാനായിട്ട് തുടങ്ങുന്നു. പരിപാടികളിൽ പാട്ട് പാടിക്കഴിഞ്ഞാൽ കൂടുതൽ പൈസ കിട്ടും എന്നറിഞ്ഞതുകൊണ്ട് അവൻ പിന്നെ പാട്ട് പാടാനും തുടങ്ങുന്നു. അനിയത്തിയുടെ കല്യാണത്തിന്റെ പൈസ എല്ലാം അങ്ങനെ അവൻ കഷ്ടപ്പെട്ട് സെറ്റാക്കുന്നു. പിന്നീട് അവന്റെ അനിയത്തിയുടെ കല്യാണ ചടങ്ങുകളാണ് കാണിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ വീടെല്ലാം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അനിയത്തിക്ക് വേണ്ടി ഒത്തിരി ഇലക്ട്രോണിക് സാധനങ്ങളും അവൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളതെല്ലാം സ്വരുക്കൂട്ടി അനിയത്തിയുടെ കല്യാണം വളരെ ഭംഗിയായി നടത്തി സങ്കടത്തോടു കൂടി അവൻ അനിയത്തിയെ യാത്ര അയക്കുന്നു. ആ സമയത്ത് സ്വപ്നയുടെ അച്ഛനും അവളും വന്നിട്ട് അവന്റെ അടുത്ത് വന്ന് പിന്നെയും ആ ഒരു കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് വഴക്കിടുന്നു. "നിനക്ക് കല്യാണം കഴിപ്പിച്ച് അയക്കാൻ ഇനിയും 3 അനിയത്തിമാർ ബാക്കിയുണ്ട്. നീ എന്റെ മോളെ എന്നാണ് കല്യാണം കഴിപ്പിക്കുക?" എന്ന് ചോദിച്ച് അയാൾ പിന്നെയും അവിടെ പ്രശ്നമുണ്ടാക്കുകയാണ്. "ഇത്ര ആത്മാർത്ഥത കാണിക്കാൻ നീ അവരുടെ സ്വന്തം ചേട്ടനല്ലല്ലോ" എന്ന് പറഞ്ഞു അയാൾ സംസാരിക്കുന്നുണ്ട്. അത് കേട്ട ഉടനെ തന്നെ അവൻ സങ്കടപ്പെട്ട് നടന്നു പോകുന്നു. പിന്നെ കഥ പാസ്റ്റിലേക്കാണ് പോകുന്നത്. ഇവന്റെ അമ്മ മരിച്ചു പോയപ്പോൾ ഇവനെ ദത്തെടുത്ത് വളർത്തിയതാണ് ഈ പെൺകുട്ടികളുടെ അമ്മ. അനിയത്തി പോയ സങ്കടവും സപ്നയുടെ അച്ഛൻ അങ്ങനെ പറഞ്ഞതിലുമുള്ള സങ്കടത്തിൽ അവൻ അവിടെ ഇരിക്കുകയാണ്. അനിയത്തിമാർ വന്ന് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് അവന്റെ 2 അനിയത്തിമാർക്ക് വേണ്ടിയിട്ട് പയ്യന്മാര് റെഡിയാണ് എന്ന് പറഞ്ഞ് ബ്രോക്കർ അവനെ വിളിക്കുന്നു. വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ആ പയ്യന്മാർക്ക് ചെറിയ വിക്കുണ്ട് എന്ന കുറവ് മാത്രമേ ഉള്ളൂ എന്ന് ആ ബ്രോക്കർ അവനോട് പറയുന്നു. എന്റെ അനിയത്തിമാരെ വിക്കുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ കല്യാണം കഴിപ്പിക്കില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവിടെ നിന്ന് പോകുന്ന സമയത്ത് സ്വപ്ന വേറെ ഒരാളോടൊപ്പം പോകുന്നത് അവൻ കാണുന്നു. പെട്ടെന്ന് തന്നെ ഒരു പർദ്ദ എടുത്തിട്ട് അവരെ അവൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്ത് അവൻ വീട്ടിലെത്തിയപ്പോഴാകട്ടെ സ്വപ്നയുടെ കല്യാണ നിശ്ചയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ആകുന്നത്ര പറഞ്ഞ് അവളുടെ അച്ഛനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ അച്ഛൻ അതൊന്നും കേൾക്കുന്നില്ല. സ്വപ്നയും ഒന്നും പറയാതെ പോകുന്നു. ആ ഒരു സങ്കടത്തിൽ വിക്കുള്ള ആ ഒരു പയ്യന്മാരെ കൊണ്ട് തന്നെ അനിയത്തിമാരുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അവൻ തീരുമാനിക്കുന്നു. അവര് പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് അവർക്ക് വിക്കുള്ള കാര്യം അനിയത്തിമാരെ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി അവൻ അവരെ കൊണ്ട് ഒന്നും തന്നെ സംസാരിപ്പിക്കുന്നില്ല. അങ്ങനെ അനിയത്തിമാരെ കൺവിൻസ് ചെയ്ത് അവൻ ആ ഒരു കല്യാണം ഉറപ്പിക്കുന്നു. പക്ഷെ അവന്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഉള്ള സമ്പാദ്യമെല്ലാം എടുത്താണ് മൂത്ത സഹോദരിയുടെ കല്യാണം അവൻ നടത്തിയത്. അത് കാരണം തന്നെ അവന്റെ പാനിപ്പൂരി കട അവൻ വിൽക്കുന്നു. പിന്നെയും സ്ത്രീധനത്തിന് വേണ്ടി പൈസ ആവശ്യമായത് കൊണ്ട് അവന്റെ ഒരു കിഡ്നി വിൽക്കാൻ വേണ്ടി അവൻ തീരുമാനിക്കുന്നു. അത് അനിയത്തിമാരോട് അവൻ പറയുന്നില്ല. ദൂരെ ഒരു സ്ഥലത്ത് ജോലിക്ക് വേണ്ടി പോകുകയാണെന്നും പറഞ്ഞ് അവൻ വീട്ടിൽ നിന്നും ഇറങ്ങി ഹോസ്പിറ്റലിൽ ചെന്ന് അവന്റെ കിഡ്നി വിൽക്കുന്നു. 2 അനിയത്തിമാരുടെ കല്യാണം ഒരുമിച്ച് നടത്താം എന്ന ഒരു സന്തോഷത്തോടു കൂടി
ആ ഒരു പണമെല്ലാമായി അവൻ വീട്ടിലേക്ക് വരുന്നു. അന്നത്തെ ദിവസം രക്ഷാബന്ധൻ ആഘോഷമായിരുന്നു. ആ ഒരു ദിവസം അവന്റെ മൂത്ത അനിയത്തിയും വീട്ടിലേക്ക് വരാനായിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ അവൻ വീട്ടിലെത്തിയിട്ടും അനിയത്തി വന്നിട്ടില്ല. പെട്ടെന്ന് അനിയത്തിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി അവനൊരു കോള് വരുന്നു. അങ്ങനെ അവൻ ആ ഒരു വീട്ടിലേക്ക് എത്തിയപ്പോൾ അവൾ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. എന്ത് കാരണം കൊണ്ടാണ് എൻ്റെ അനിയത്തി ആത്മഹത്യ ചെയ്തത് എന്നവരോടെല്ലാം അവൻ ചോദിക്കുന്നുണ്ട്. അവരാരും തന്നെ ഒന്നും മിണ്ടുന്നില്ല. പെട്ടെന്ന് അവരുടെ അയൽക്കാരി പറഞ്ഞു, "നിങ്ങൾ കൊടുത്ത സ്ത്രീധനമൊന്നും തന്നെ പോരാ" എന്ന് പറഞ്ഞ് എപ്പോഴും അവരവളെ ഉപദ്രവിക്കുമായിരുന്നു. അത് കാരണമാണ് അവൾ ആത്മഹത്യ ചെയ്തത്. പിന്നീട് വളരെ സങ്കടത്തോടു കൂടി അവളുടെ മരണാനന്തര ചടങ്ങുകളെല്ലാം തന്നെ അവൻ ചെയ്യുന്നു. ആ ഒരു ചടങ്ങുകളെല്ലാം തീർന്നതിന് ശേഷം അവൻ നേരെ അവന്റെ കടയിലേക്ക് വന്ന് കടയിലുള്ള സാധനങ്ങളെല്ലാം തന്നെ അവൻ എറിഞ്ഞു പൊട്ടിക്കുന്നു. സ്ത്രീധനം കാരണം പെൺകുട്ടികളുടെ ജീവിതം തകരുകയാണ്. നമ്മൾ എത്ര കൊടുത്താലും ആർക്കും തികയുകയില്ല. അവർ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. സ്ത്രീധനമല്ല നമ്മൾ കൊടുക്കേണ്ടത്. ഓരോ പെൺകുട്ടിക്കും സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്നവൻ എല്ലാവരോടും പറയുന്നു. ഇക്കുള്ള ആൾക്കാരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കിയത് അവൻ അനിയത്തിമാരോട് മാപ്പ് ചോദിക്കുന്നു. ഇനി ഒരിക്കലും അവരുടെ കല്യാണം ധൃതി പിടിച്ച് നടത്താനായിട്ട് നോക്കില്ല എന്നും അവർക്ക് ആവശ്യമുള്ള അത്രയും പഠിച്ച ശേഷം ഇഷ്ടമുള്ള ആൾക്കാരെ നിങ്ങൾ തന്നെ കല്യാണം കഴിച്ചോ എന്നും അവൻ അവരോട് പറയുന്നുണ്ട്. അതിനുശേഷം സ്വപ്നയോട് തന്നെ ഇനി കാത്തിരിക്കേണ്ട എന്നും അനിയത്തിമാരെ നല്ലൊരു നിലയിൽ എത്തിച്ചിട്ട് മാത്രമേ ഞാൻ എൻ്റെ കാര്യം ചിന്തിക്കൂ എന്നും സ്വപ്നയോട് പറയുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് സ്വപ്നയുടെ അച്ഛൻ അവളുടെ കല്യാണം ഉറപ്പിക്കുന്നു. കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലെല്ലാം തന്നെ അവൻ പങ്കെടുക്കുന്നുണ്ട്. ആ ഒരു കല്യാണ സമയത്ത് സ്വപ്നയ്ക്ക് ഒട്ടും സന്തോഷമില്ലാത്തത് കണ്ട് സ്വപ്നയുടെ അച്ഛൻ കല്യാണം നിർത്തിവെക്കുന്നു. അങ്ങനെ സ്വപ്ന കേദർനാഥിന്റെ അടുത്ത് ചെന്ന് എത്ര വർഷം വേണമെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാം എന്നവനോട് പറയുന്നു. ആ സമയത്ത് സ്വപ്നയുടെ കല്യാണം മുടങ്ങിപ്പോയതിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. സ്വപ്നയുടെ കല്യാണച്ചക്കൻ വന്നിട്ട് കേദർനാഥിന്റെ ഒരു അനിയത്തിയെ ഇഷ്ടമാണെന്നും അവളെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്നും ചോദിക്കുന്നു. സ്ത്രീധനം ഒന്നും തരില്ല, എൻ്റെ അനിയത്തിക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഈ ഒരു കല്യാണം ഞാൻ നടത്തൂ എന്നും കേദർനാഥ് തിരിച്ചു പറയുന്നു. അങ്ങനെ ഒത്തിരി വർഷങ്ങൾ കടന്നുപോയി. കേദർനാഥ് പറഞ്ഞതുപോലെ തന്നെ അവന്റെ അനിയത്തിമാരെ നല്ല രീതിയിൽ അവൻ പഠിപ്പിച്ചു. ഒരു അനിയത്തി അഡ്വക്കേറ്റ് ആവുകയും അവന്റെ മരിച്ചുപോയ അനിയത്തിയുടെ കേസ് വാദിച്ച് ജയിക്കുകയും ചെയ്തു. ആ ഒരു അനിയത്തിയുടെ കല്യാണവും അവളുടെ ഇഷ്ടപ്രകാരം തന്നെ നടത്തി കൊടുത്തു. വേറൊരു അനിയത്തി പോലീസ് ആകുകയും ചെയ്തു. അങ്ങനെ അനിയത്തിമാരുടെ കല്യാണവും അവരുടെ ഭാവിയുമെല്ലാം സുരക്ഷിതമാക്കിയതിനു ശേഷം 60-ാമത്തെ വയസ്സിൽ അവൻ സ്വപ്നയെ കല്യാണം കഴിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് പറയുക.